എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് PSCയിലേക്ക് സ്വാഗതം. ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം രണ്ടാമത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഈ ക്ലാസ് കാണുക. ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് ഭരണഘടന നിർമ്മാണ സഭയാലാണ്. ഇതിന് ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടന നിർമ്മാണ സഭയാലാണ്. PSC നടത്തുന്ന മത്സര പരീക്ഷയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. ഭരണഘടനയെ സമഗ്രമായ രീതിയിൽ നമ്മൾ പരിശോധിക്കുകയാണ് സ്മാർട്ട് PSC ചാനലിലൂടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് കണ്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം എല്ലാ സമയവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ആ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് മുതലുള്ള ഭാഗം ഒന്നാമത്തെ ക്ലാസ്സിലുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് ആരാണ്? JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം സംസാരിച്ചത് JB കൃപലാനിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 208 അംഗങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് 73 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 208 അംഗങ്ങളും മുസ്ലിം ലീഗിന് 73 പ്രതിനിധികളും ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു സഭയിൽ 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. 15 വനിതകൾ ഉണ്ടായിരുന്നു. 17 മലയാളികൾ ഉണ്ടായിരുന്നു. സഭയിൽ എത്ര വനിതകളുണ്ട്? 15 വനിതകൾ. എത്രയുണ്ട്? 15 വനിതകൾ. അതിൽ 3 വനിതകൾ മലയാളികളാണ്. ആരൊക്കെയാണത്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീനി. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീനി. അങ്ങനെ 3 മലയാളി വനിതകളാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ മറ്റു വനിതകൾ ആരൊക്കെയാണ്? സരോജിനി നായിഡു അല്ലെ, സരോജിനി നായിഡു ഒരു സംസ്ഥാനത്ത് ഗവർണർ ആകുന്ന ആദ്യത്തെ വനിതയാണ്. ഏത് സംസ്ഥാനമാണ്? UPയിലാണ്. സരോജിനി നായിഡു ഇതിലെ ഒരു വനിതാ അംഗമാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് മറ്റൊരു വനിതാ അംഗമാണ്. നെഹ്റുവിൻ്റെ പെങ്ങളാണ്. ആദ്യമായി ഇന്ത്യയിൽ നിന്നും അംബാസഡറായിട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് വിജയലക്ഷ്മി. വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആദ്യമായി ഇന്ത്യയിൽ നിന്നും ഒരു വനിത അംബാസഡറായിട്ട് പോയിട്ടുണ്ട്. ആ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. അല്ലേ, പിന്നെ സുചേത കൃപലാനി, JB കൃപലാനിയുടെ വൈഫാണ് സുചേത കൃപലാനി. ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാണ്. UPയിലാണ്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുചേത കൃപലാനി. അല്ലെ, മറ്റൊരു വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭയിലെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു, ആരോഗ്യ മന്ത്രിയായിരുന്നു. അല്ലെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി സ്ഥാപിച്ചത് ഇവരുടെ കാലഘട്ടത്തിലാണ്. ആരുടെ? രാജ്കുമാരി അമൃത് കൗറിന്റെ കാലഘട്ടത്തിൽ. മറ്റൊരു വനിതയാണ് ദുർഗാദാസ് ദേശ്മുഖ്. CD ദേശ്മുഖിന്റെ വൈഫാണ്. ആരാണ് CD ദേശ്മുഖ്? റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. അല്ലെ, റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറാണ്, ഇന്ത്യക്കാരനായ ഗവർണറാണ് CD ദേശ്മുഖ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ദുർഗാദാസ് ദേശ്മുഖ്. ഈ സഭയിലെ ഒരംഗമാണ്. ഹാൻസ് മേത്ത ഈ സഭയിലെ മറ്റൊരു വനിതാ അംഗമാണ്. ഹാൻസ് മേത്ത. അല്ലെ, അതുപോലെ തന്നെ ബീഗം ഹൈസാദ് റസൂൽ സഭയിലെ അംഗമാണ്. ബീഗം ഹൈസാദ് റസൂൽ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇവരുടെ പ്രത്യേകത എന്താണ്?
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഹൈസാദ് റസൂൽ. അല്ലേ, ഏക മുസ്ലിം വനിതയാണ്. കൂട്ടത്തിൽ ഓർക്കുക, ദാക്ഷായണി വേലായുധൻ, മലയാളിയായ ദാക്ഷായണി വേലായുധൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏക ദളിത് വനിതയാണ്. ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ, മലയാളിയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് ഓർക്കണം. മുസ്ലിം വനിത ബീഗം ഹൈസാദ് റസൂൽ, ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. അല്ലേ, രേണുക റായി, ലീല റായി, മാലതി ചൗധരി, കമല ചൗധരി, പൂർണിമ ബാനർജി, അങ്ങനെ 15 വനിതകളാണ് സഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 മലയാളി വനിതകളും ഉണ്ടായിരുന്നു. അല്ലേ, ഇതിൻ്റെ ലീഗൽ അഡ്വൈസർ BN റാവു ആണെന്ന് പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലീഗൽ അഡ്വൈസർ BN റാവു ആണ്. അദ്ദേഹം ഭരണഘടനയുടെ കരട് തയ്യാറാക്കി. 1948 ഫെബ്രുവരി മാസം 21 അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അല്ലേ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ, അതുപോലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കീഴിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി. മോട്ടൂരി കൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ലാംഗ്വേജ് കമ്മിറ്റി ഉണ്ടായിരുന്നത്. അല്ലേ, ഇങ്ങനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? വളരെ പ്രധാനപ്പെട്ടതാണ്. 1947 ഓഗസ്റ്റ് മാസം 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. 22 കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് 1947 ഓഗസ്റ്റ് മാസം 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ, അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സഹദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി. ഇങ്ങനെ 6 അംഗങ്ങളും ഡോക്ടർ BR അംബേദ്കർ ഇതിൻ്റെ അധ്യക്ഷനും ഉൾപ്പെടെ മൊത്തം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെ, BN റാവു തയ്യാറാക്കിയ ഭരണഘടനയുടെ കരട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കുന്ന 1948 നവംബർ മാസം 4 1948 നവംബർ മാസം 4 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് കൃത്യമായി ചർച്ച ചെയ്ത് സഭയ്ക്ക് അതിൻ്റെ ഫൈനൽ അവതരിപ്പിച്ചു 1949 നവംബർ മാസം 26 സഭ ചർച്ച ചെയ്ത് അത് അംഗീകരിച്ചു. 1949 നവംബർ മാസം 26 ഡ്രാഫ്റ്റ് ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയാണ്. അല്ലെ, 1950 ജനുവരി മാസം 26 അവസാനമായിട്ട് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു, ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു. ഈ ഇന്ത്യൻ ഭരണഘടനയിൽ അവസാന മീറ്റിങ്ങിൽ പങ്കെടുത്തത് 284 അംഗങ്ങളാണ്. 284 അംഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എത്ര അംഗങ്ങൾ ഒപ്പുവെച്ചു എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് 284. അവസാന മീറ്റിങ്ങിൽ പങ്കെടുത്ത ആൾക്കാരാണ് മൊത്തം അംഗങ്ങൾ. അല്ലേ, 284. ഈ 284 അംഗങ്ങളും ഭരണഘടന ഒപ്പുവെച്ചു. അല്ലേ, ഭരണഘടനയിൽ 11 സെക്ഷനുകളിലായിട്ട് 165 ദിവസം സമ്മേളിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ 11 സെക്ഷനിലായിട്ട് 165 ദിവസം സമ്മേളിച്ചു. അല്ലെ, 11 അല്ലെ, 2 വർഷവും 11 മാസവും 17 ദിവസവും അല്ലെങ്കിൽ 18 ദിവസവും കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. 2 വർഷവും 11 മാസവും
17 ദിവസവും അല്ലെങ്കിൽ 18 ദിവസവും കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ മനോഹരമായ പുറംചട്ട തയ്യാറാക്കിയത് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനോഹരമായ പുറംചട്ട തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടന ഇംഗ്ലീഷിലും അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇറങ്ങിയത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ്സാദ്. പ്രേം ബിഹാരി നരേൻ റായ്സാദാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. ഹിന്ദി വേർഷൻ തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ. ഭരണഘടനയുടെ ഹിന്ദി വേർഷൻ തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ അല്ലേ. ഇങ്ങനെ മൊത്തം ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി എടുത്ത ചെലവ് 65 ലക്ഷം രൂപയാണ്. 65 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെലവായ മൊത്തം തുക അല്ലേ. 60 രാജ്യങ്ങളുടെ ഭരണഘടന നമ്മൾ പരിശോധിച്ചു. 10 രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചു. 60 രാജ്യങ്ങളുടെ ഭരണഘടന നമ്മൾ പരിശോധിച്ചു. 10 രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചു. മഹാത്മാഗാന്ധി സഭയിൽ അംഗമല്ലായിരുന്നു അല്ലെ. തെറ്റിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും, താഴെ പറയുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്ത വ്യക്തികൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. മറ്റാരെയും നമ്മൾ ഒഴിവാക്കിയാലും ഗാന്ധിജിയെ ഒഴിവാക്കില്ല. ഗാന്ധിജി അംഗമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആരംഗമല്ലായിരുന്നു? ഗാന്ധിജി അംഗമല്ലായിരുന്നു. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം അല്ലേ. 10 രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സ്വീകരിച്ചത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സ്വീകരിച്ച ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾക്ക് പരിശോധിക്കാം അല്ലെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. JB കൃപലാനിയാണ് ആദ്യമായി സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. 208 INC-യുടെ അംഗങ്ങളുണ്ടായിരുന്നു. 73 മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു സഭയിൽ അല്ലെ. സഭയിൽ 15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. 3 മലയാളി വനിതകൾ ഉൾപ്പെടെ 15 വനിതകൾ സഭയിൽ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഓർക്കുക. ബീഗം ഹൈസാദ് റസൂലും ഏക മുസ്ലിം വനിതയാണ്. ദാക്ഷായണി വേലായുധൻ ഏക ദളിത് വനിതയാണ് സഭയിൽ. ഇതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് BN റാവു ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് മാസം 29-നാണ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 22 കമ്മിറ്റികൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു അല്ലെ. 165 ദിവസം ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചു. 165 ദിവസം 11 സെക്ഷനുകളായിട്ടാണ് സമ്മേളിച്ചത്. അവസാനമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത് 1949 നവംബർ മാസം 26-നാണ്. ആ സമ്മേളനത്തിൽ മൊത്തം പങ്കെടുത്ത അംഗങ്ങൾ, അവസാന മീറ്റിംഗിൽ പങ്കെടുത്ത അംഗങ്ങൾ 284 അംഗങ്ങളാണ്. ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 284, അതായത് അവസാനമായി പങ്കെടുത്ത അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ഭരണഘടന നിർമ്മിക്കാൻ എടുത്ത സമയം വ്യക്തമായി ചോദിക്കുകയാണെങ്കിൽ ഓവറോളായിട്ട് നമ്മൾ പറയുമ്പോൾ 3 വർഷം, പക്ഷേ വ്യക്തമായി ചോദിക്കുകയാണെങ്കിൽ 2 വർഷവും 11 മാസവും 17 ദിവസവും, അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് 18 ഓപ്ഷനിൽ കാണാം. അതുകൊണ്ട് 18 ദിവസവും കൊണ്ടാണ് ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. 65 ലക്ഷം രൂപയാണ് നമുക്കിതിന് ചെലവഴിച്ചത് അല്ലെ. ഭരണഘടനയുടെ മനോഹരമായ പുറംചട്ട തയ്യാറാക്കിയത് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായ നന്ദലാൽ ബോസാണ്. ഇതിൻ്റെ ഒറിജിനൽ പതിപ്പ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി പ്രേം ബിഹാരി നരേൻ റായ്സാദാണ് നിർവഹിച്ചത്. ഇതിൻ്റെ ഹിന്ദി വെർഷൻ തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യയാണ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായി ക്ലാസ്സുകൾ മനസ്സിലാക്കുക.
വ്യക്തമായി നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കുക. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. സ്മാർട്ട് PSCയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ് സസൂക്ഷ്മമായ ക്ലാസ്സാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ കണ്ടാൽ മറ്റ് ക്ലാസ്സുകൾ, മറ്റ് ഗൈഡുകളോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും സോഴ്സുകളോ നിങ്ങൾക്ക് പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് കൃത്യമായി ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ പിന്തുണ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ ഓൾ.